ഞാൻ ഒരു പള്ളിയുടെ മുമ്പിൽ ഒരു ബോർഡ് കണ്ട് കുത്തുബുല്ലാലം CM മടവൂർ. അപ്പോൾ ആ പള്ളിയിലെ ഉസ്താദിനോടും ചോദിച്ചു, മുസ്ലിയാരെ ഈ കുത്തുബുൽ ആലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്. ഞാൻ സമാധാനമൊന്നും പറഞ്ഞില്ല, എനിക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു രംഗം കൊണ്ട് ഇത് പറഞ്ഞു തന്നാ. മുസ്ലിയാർ പറഞ്ഞ ആ നരകമാണ് സ്വർഗം. കാരണം വെച്ചാൽ ലോകാവസാനത്തിൽ ദജ്ജാൽ വരും എന്നാണ്. ദജ്ജാൽ ഒരാളെ പിടിച്ച് നരകത്തിലേക്ക് ഇടും. നബി പറഞ്ഞു, ആളുകൾ വിചാരിക്കും അയാൾ നരകത്തിലാണ്, സത്യത്തിൽ അയാൾ സ്വർഗത്തിലാണ് എന്നാണ്. കാര്യം എന്താ? ദജ്ജാൽ വന്ന് പറയുന്നതും എന്താണ്? ഞാനാണ് റബ്ബുൽ ആലമീൻ, ഞാനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ആരാ പറയണത്? ദജ്ജാൽ. ഞാനാണ് മുദബ്ബിറുൽ ആലം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ആള്. ഇത് പറഞ്ഞിട്ടാണ് ദജ്ജാൽ വരുന്നത്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെല്ലുകയാണ് അയാളുടെ മുന്നിലേക്ക്. എന്നിട്ട് പറയും, എന്ത്, നീ കള്ളനാണ്, നീ റബ്ബല്ല. അപ്പോൾ തന്നെ ഇയാൾ ഈ വന്ന ആളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, റബ്ബാന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി രണ്ടായിട്ട് കീറുന്നാണ്. ഈർച്ചവാൾ കൊണ്ട് അറുത്തിട്ട് രണ്ട് കഷ്ണാക്കിയിട്ട് രണ്ട് പിളർപ്പായി മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. നടന്നിട്ട് ഇയാൾ ഈ രണ്ട് കഷ്ടമാക്കിയ ആളോട് പറയണം, ഖും, എഴുന്നേക്ക് എന്ന് പറയും. അപ്പോൾ ഇയാൾ രണ്ടും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും എന്നാണ്. അപ്പോൾ ദജ്ജാൽ ചോദിക്കും, ഇപ്പം മനസ്സിലായില്ലേ ഞാൻ റബ്ബാണ്, ഞാൻ ഖുതുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാണ് എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറയും, എന്ത്, ഇപ്പോൾ ഉറപ്പായി. നേരത്തെ ഒരല്പ പൊടിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇപ്പം ഉറപ്പായി. അന്തൽ മസീഹുൽ കദ്ദാബ്, നീ പെരും കള്ളനായ ദജ്ജാലാണ് എന്നുള്ളത് ഇപ്പം എനിക്ക് ഉറപ്പായി എന്ന് പറയും. അപ്പോൾ ഈ ദജ്ജാൽ ഉടൻ തന്നെ അടുത്ത അടവെടുത്ത് ഇയാളൊരു വാൾ ഊരിയിട്ട് ഇയാളുടെ കഴുത്തിൽ വെട്ടുകയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കഴുത്ത് ചെമ്പാക്കി കളയും എന്നാണ്. അത് വെട്ടി മുറിക്കാൻ ദജ്ജാലിന് കഴിയില്ല. ദജ്ജാൽ മാനം കെടുമ്പോൾ ദജ്ജാൽ ഈ പണി എടുക്കണം, എങ്കിൽ നീ ഇപ്പം നിന്റെ നരകത്തിലേക്ക് പോയിക്കൊന്നു ഒറ്റ ഏറാണ്. എന്തിൻ്റെ പേരിൽ? ഇയാളെ മുദബ്ബിറുൽ ആലമായിട്ട് അംഗീകരിച്ചില്ല. ആരെ? ഈ ദജ്ജാലിനെ മുദബ്ബിറുൽ ആലമായിട്ട് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ ദജ്ജാൽ ആ മനുഷ്യൻ്റെ കാല് പിടിച്ച് നരകത്തിലേക്ക്, ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ദജ്ജാലിനെ നരകത്തിലേക്ക് വലിച്ചെറിയും. റസൂലുള്ള പറഞ്ഞു, അയാൾ വീണത് സ്വർഗത്തിലാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ശുഹദ, ആദമു ശുഹദ, ഉന്നതനായ ശുഹദ, ആ മനുഷ്യനാണ്, ദജ്ജാലിനെ നേരിടുന്ന മനുഷ്യനാണെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, 33 കൊല്ലം മുമ്പ് കോഴിക്കോട്, നമ്മുടെ കേരളത്തിലാണ് കോഴിക്കോട്, ആ കോഴിക്കോട് മടവൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജീവിച്ച് ഒരു മുദരിസായിരുന്ന ഒരു പാവം മനുഷ്യനാണ് ഈ CM മടവൂർ എന്ന് പറയുന്ന ആള്, മുഹമ്മദ് മുസ്ലിയാർ. അപ്പോൾ അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ്, ദറസൊക്കെ നടത്തി. അങ്ങനെ കുറേ എവിടെയോ പോയി ഒരിടത്ത് ചേടി മൂപ്പര്, ഏതോ ഒരു പുലിമുരുകനോ ഏതോ ഒരു ശൈഖിൻ്റെ അടുക്ക പോയി കൂടി. അന്ന് മൂപ്പർക്ക് എന്തോ ഹാല് മറിഞ്ഞു ഓടുന്നു. ഈ പുലിമൊയ്തീൻ്റെ അടുക്ക പോയി കുടുങ്ങിയതാണ് അദ്ദേഹം. അങ്ങനെ ഹാല് മറിഞ്ഞ് പിന്നെ അദ്ദേഹം വേറെ എവിടെയോ തട്ടും പുറത്തും അതുപോലെ അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറേ കാലം കഴിച്ചു കൂട്ടി. അവസാനം അദ്ദേഹം പുറത്തിറങ്ങിയില്ല, ഭാര്യ തലാഖ് ചൊല്ലി പൊക്കോളാൻ പറഞ്ഞു, ഉമ്മ സലാം പറഞ്ഞിട്ട് പോലും മടക്കിയില്ല. പിന്നെ മൂപ്പറ പ്രധാന ഹോബി എന്തായിരുന്നു ചോദിച്ചാൽ, റമദാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പും പിടിച്ചു വന്നാലും മിഠായി കൊടുത്തിട്ട് കഴിക്കടാന്ന് പറയും. ചില ആളുകൾ കഴിക്കണമെങ്കിൽ പറയും ബർക്കത്തായി എന്ന്. ചില ആളുകൾ പറഞ്ഞു, ഇത് പറ്റൂല കേട്ടോ, റമദാൻ നോമ്പാണ്, ഞാൻ എന്നെ പരീക്ഷിച്ചതാടാ എന്ന് അങ്ങനെയും പറയും. രണ്ടും ഉണ്ട്. ജുമാക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിന്ന ആളോട് പറഞ്ഞു പോകണ്ട, ജുമാക്ക് പോകാൻ ഒരുങ്ങി നിന്ന ആളോട് പറഞ്ഞു, അവിടെ പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്, ജുമാക്ക് പോകാൻ ഒരുങ്ങുന്നവളോട് പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്തൊക്കെയോ അദ്ദേഹത്തിന് മാനസികമായ എന്തെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ടതാവും. ചിലപ്പോൾ അള്ളാഹിൻ്റെ മുന്നിൽ അയാൾ കുറ്റക്കാരനാവില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരാൾക്ക് മാനസികമായി അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹുക്കുമുകളൊന്നും ബാധകമല്ല, ഉദ്ർ നൽകപ്പെട്ട ആളുകളാണ്. പക്ഷേ അദ്ദേഹത്തെ പിൽക്കാലഘട്ടത്തിൽ ചില ആളുകൾ വരുമാന സ്രോതസ്സാക്കി. അതുകൊണ്ട് മടവൂർ പ്രദേശത്ത് പോയി നോക്കിയാൽ മക്കാമും കാണാം, മക്ബറയും കാണാം. ഒന്ന് റോഡിൻ്റെ അപ്പുറത്ത്, ഒന്ന് ഇപ്പുറത്ത്. ഒന്ന് AP സമസ്ത, മറ്റേത് EK സമസ്ത. കാരണം ഇതൊരു വരുമാനത്തിലുള്ള വഴിയാണെന്ന് കണ്ടപ്പോൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ട് രണ്ടും മക്കാമും മക്ബറയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു പോകും നമുക്ക് കാണാൻ സാധിക്കും. ഈ മനുഷ്യൻ്റെ പേരിൽ പിന്നെ പറഞ്ഞുകൂട്ടിയ തോന്നിയാസങ്ങൾക്ക് കയ്യും കണക്കില്ല. ഇപ്പം അവസാനം മടവൂർ പടച്ചവരാണോ അല്ലേന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങോട്ട് വരുമ്പോഴൊരു പ്രസംഗം ഇങ്ങനെ കേട്ടിട്ടാണ് വന്നത്. അപ്പോൾ ചർച്ച എന്താണെന്ന് വെച്ചാൽ, മടവൂരിനെ പറ്റി പടച്ചോരെന്ന് പറയാൻ പറ്റുമോ?
ഒരാൾ പറഞ്ഞു നമ്മളെ പടച്ചോ മടവൂര, ഒരാൾ മറ്റേയാൾ പറഞ്ഞ് അങ്ങനെ പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇങ്ങനെ വലിയ തർക്കം, കേരളത്തിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. മടവൂരിനെ പറ്റി പടച്ചോൻ എന്ന് പറയാൻ പറ്റുമോ പറ്റൂലേ, അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നിങ്ങനെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബഹുമാനനായ നമ്മുടെ കാരണവര് അദ്ദേഹം പോയി ചോദിക്കുന്നത്, എന്ത് മുദബ്ബിറുൽ-ആലമാണോ മടവൂര് എന്ന് ചോദിക്കുന്നത് ആരോടാ? ഒരു മൊയിലാരോടാ. ഒരു തന്നെയും മടവൂരിനെ കൊണ്ട് കൊടുക്ക് ആജാതി കുടുക്കിൽപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് അവരോട് പോയി ചോദിച്ചാൽ, ഈ ചോദ്യങ്ങളൊക്കെ അവരോട് ഉന്നയിച്ചാൽ അവരെന്താ പറയുക സാധുക്കൾ? അപ്പോൾ അവസാനം പറയാൻ പറ്റുന്നൊരു മറുപടി നിങ്ങൾ നരകത്തിലാണ് എന്ന് പറയാൻ പറ്റുന്ന മറുപടിയാണ്. ആരാണ് നരകത്തിൽ ആരാണ് സ്വർഗത്തിലെന്ന് തീരുമാനിക്കേണ്ടത് പടച്ചോനാണ്. അത് മടവൂരല്ല, മടവൂര് പടച്ചോനുമല്ല, അയാൾ മുദബ്ബിറുൽ-ആലമോ അല്ല, കുത്തുബുൽ-ആലമോ അല്ല. ഒരു പാവം, ഒരു സാധു, അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞ പോലെ പ്രയാസത്തിലകപ്പെട്ട് ജീവിച്ച് മരിച്ചുപോയ 33 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരാൾ. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ വന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ധാരാളം അനാവശ്യങ്ങൾ പറയുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ മുദബ്ബിറുൽ-ആലം, ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് പോലും CM മടവൂരാണ് എന്ന് പഠിപ്പിച്ചത് കൊണ്ട് ചില ഉസ്താദുമാരൊക്കെ മരിക്കുന്ന നേരത്ത് നമ്മളെല്ലാവരും ദുആ ചെയ്യും, അല്ലാഹുവേ മരിക്കുന്ന നേരത്ത് നിൻ്റെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ തൗഫീഖ് തരണേ എന്നൊക്കെ ദുആ ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ചില ഉസ്താദുമാർ പ്രസംഗിച്ചത് ഏതോ വലിയ തങ്ങളൊക്കെ മരിക്കുമ്പോൾ അയാൾ അവസാനം CM ഇംഗ്ലീഷിൽ 2 വാക്ക് പറഞ്ഞിട്ടാണ് മരിച്ചത് എന്നാണ്. CM എന്ന് മരിക്കുന്ന നേരത്തെ അങ്ങനെ പറഞ്ഞ് മരിച്ചു പോകുന്ന മൂല്യന്മാർ വരെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഏതായിരുന്നാലും കുത്തുബുൽ-ആലം എന്ന് പറയാനോ മുദബ്ബിറുൽ-ആലം എന്ന് പറയാനോ ഒന്നും യോഗ്യനല്ല ഈ നമ്മുടെ കോഴിക്കോട് ജീവിച്ച ഈ മനുഷ്യൻ. അദ്ദേഹമല്ല ലോകം നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, സാക്ഷാൽ അബൂജഹലിനോട് പോലും ചോദിക്കാൻ അല്ലാഹ് പറഞ്ഞു മൈ യുദബ്ബിറുൽ അംർ. നബിയോട് പറയാണ്, എന്ത്? അബൂജഹലിനോട് പോയി ചോദിക്കും നബിയെ, മൈ യുദബ്ബിറുൽ അംർ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആരാണെന്ന് അബൂജഹലിനോട് ചോദിച്ചാൽ സയഖൂലൂന അല്ലാഹ്, അല്ലെങ്കിൽ യഖൂലുന്ന അല്ലാഹ്, അള്ളാഹുവാണ് എന്ന് അബൂജഹൽ മറുപടി പറയുന്നു ഖുർആൻ. പക്ഷേ ഈ ചോദ്യം ഇപ്പോൾ മൂലമാരോട് ചോദിക്കാൻ പേടിയാ. ആരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും CM. ഇത്രത്തോളം സമൂഹം മതപ്പതിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ദലീലാണിത്. ഏതായിരുന്നാലും ഈ മൂല്യന്മാരെ നമ്മൾ അന്തസ്സായി എറണാകുളം ജില്ലയിൽ നിന്നുകൊണ്ട് തന്നെ വെല്ലുവിളിച്ചു. ഈ പറയുന്ന AP സമസ്തയാണെങ്കിലും EK സമസ്തയാണെങ്കിലും നമ്മൾ വെല്ലുവിളിച്ചു, ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഏത് ഉസ്താദാണെങ്കിലും ഏത് സമസ്തയാണെങ്കിലും അവരുമായി നേർക്ക് നേരെ സംവദിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് നിരന്തരമായി നമ്മൾ വെല്ലുവിളിച്ചിട്ട് ആളുകളെ നരകത്തിലാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരൊറ്റ മുസ്ലിയാരും ഇതുവരെ അതിന് ധൈര്യം കാണിച്ചിട്ടില്ല. ഇനിയും അതിന് ഏതെങ്കിലും മൂല്യന്മാർക്ക് ധൈര്യമുണ്ടെങ്കിൽ നമ്മൾ പരസ്യമായി തന്നെ ആ വിഷയത്തിൽ സംവദിക്കാൻ തയ്യാറാണ്. ഈ പറയുന്ന മുദബ്ബിറുൽ-ആലം എന്ന ക്വാളിറ്റിയോ യോഗ്യതയോ CM മടവൂരിനെന്നല്ല, ലോകത്തൊരാൾക്കുമില്ല. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് തെളിയിക്കാൻ മുജാഹിദികൾ സർവാത്മന തയ്യാറാണ് എന്ന വിവരം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്.